ഇതുപോലെ തന്നെ വ്യാജന്മാരെയൊക്കെ സംരക്ഷിക്കാനാ കേരളത്തിലെ പോലീസിന് കഴിയുള്ളൂ. നിങ്ങൾ അതന്നെയല്ലേ എ ഡി ജി പിയും അവിടെ ചർച്ച നടത്തിയത്. ഞങ്ങൾ റോഡിൽ നിന്ന് പല സംസാരിക്കും. നിങ്ങൾ ഇതിനെ കേൾക്കാൻ നിൽക്കണം. ഞങ്ങൾക്ക് അതിനുള്ള അധികാരമുണ്ട്, അവകാശമുണ്ട്, ഭരണഘടനാപരമായിട്ടുണ്ട്. മനസ്സിലായോ? പോലീസ് 100 മീറ്റർ ഇപ്പുറത്ത് നിൽക്കണം എന്ന് പറഞ്ഞു. ഞങ്ങൾ സ്വാഭാവികമായിട്ട് അങ്ങോട്ട് നടക്കുകയാണ്. അതിനിടയ്ക്ക് പിന്നിൽ വന്നിട്ട് ബൂത്ത് നമ്പർ 73 അതിനു മുന്നിൽ വി കെ ശ്രീകണ്ഠൻ എംപിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ സംഘടിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ പാലിച്ചിട്ടാ ഒരാഴ്ച മുമ്പ് കൊടുത്താണ് പരാതി. ഈ പോലീസിന് കൊടുത്തിട്ടുണ്ട് പരാതി. ഇവിടെ നിയമവിരുദ്ധമായ പ്രവർത്തനം നടത്തുന്നവർക്ക് ഇവിടെ പച്ച പരവതാനി വിരിക്കാൻ വന്നിരിക്കുക പിണറായിയുടെ പോലീസ്. അത് കാവലിക്കേണ്ട കാര്യം ഞങ്ങൾക്കില്ല. ഞങ്ങൾ നിയമാനുസൃതം അപ്പുറത്ത് മാറി നിൽക്കാൻ പോലീസ് ആവശ്യപ്പെട്ടു. മാന്യമായി കേൾക്കാമോ? വി കെ ശ്രീകണ്ഠൻ എം പി എന്തിനാണ് ഇപ്പോൾ ഇത്രയ്ക്ക് പ്രകോപിതനാകുന്നത്? എന്താണ് പറ്റിയത് അവിടെ? സുജയ, ഇവിടെ BJP ജില്ലാ പ്രസിഡന്റ് ഹരിദാസൻ അല്പസമയത്തിനകം വോട്ട് ചെയ്യാൻ എത്തിച്ചേരും എന്നത് മനസ്സിലാക്കി അകത്ത് ബൂത്ത് ഏജന്റുമാർ, UDFന്റെ ബൂത്ത് ഏജന്റുമാർ അത് ചാലഞ്ച് ചെയ്യുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ സംഘർഷമുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സംഘടിച്ച കോൺഗ്രസ് പ്രവർത്തകർ, വി കെ ശ്രീകണ്ഠൻ എംപിയുടെ നേതൃത്വത്തിൽ സംഘടിച്ച കോൺഗ്രസ് പ്രവർത്തകരെ ഇവിടെ നിന്നും പറഞ്ഞേക്കാൻ 100 മീറ്റർ ഈ പോളിംഗ് ബൂത്തിന് പരിസരത്ത് നിന്നും 100 മീറ്റർ അപ്പുറത്തേക്ക് മാറി നിൽക്കാൻ പോലീസ് പറഞ്ഞു. മാറി നിൽക്കാൻ പോലീസ് പറഞ്ഞ ഒരു ഘട്ടത്തിൽ പിന്നീട് പോലീസ് വീണ്ടും പിന്നാലെ വന്നു എന്ന രീതിയിൽ ബോധപൂർവം പോലീസ് ആ നടപടി ഞങ്ങളുടെ പോളിംഗ് ഏജന്റിന് ഭീഷണി ഉണ്ടാകരുതെന്ന് കരുതിയ ഞങ്ങളിവിടെ വന്നത് കാര്യങ്ങൾ അന്വേഷിക്കാൻ. പോലീസ് BJPയുടെ ജില്ലാ പ്രസിഡന്റ് വോട്ടിന് വരുന്നു എന്നുള്ള വിവരം കിട്ടി. ആ ഇൻഫർമേഷൻ കിട്ടിയപ്പോൾ ഞങ്ങളോട് ഇവിടുന്ന് മാറണം പറഞ്ഞു. എന്തിനാ മാറണം വെച്ചാൽ പോളിംഗ് സ്റ്റേഷനാണ്, ഇവിടുന്ന് 100 മീറ്റർ മാറി നിൽക്കണം. ഓക്കെ, ഞങ്ങൾ 100 മീറ്റർ മാറി നിൽക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു. പക്ഷെ അവിടുത്തെ BJPക്കാരും അല്ലാത്തവരെയൊക്കെ അവിടെ നിർത്തിയിരിക്കുക. അപ്പൊ കോൺഗ്രസ്സുകാരെ UDFകാരെ കാണുമ്പോഴാണ് ഇവർക്ക് പനി പിടിക്കുന്നത്. അതിന്റെ അർത്ഥം എന്താണ്? ഇവരും ബലം പ്രയോഗിച്ചല്ല, പിന്നാലെ വന്നിട്ട് ആരുടെ ദേഹത്ത് തൊട്ടു എനിക്കറിയില്ല. എന്റെ ദേഹത്ത് തൊട്ടില്ല, എന്റെ ദേഹത്ത് തൊട്ടാൽ ഞാൻ വെറുതെ വിടില്ല എന്ന് നിങ്ങൾക്കറിയാം. അത് ഏത് പോലീസായാലും ശരി, ഏത് പട്ടാളായാലും ശരി, അതൊന്നും പേടിയില്ല. പക്ഷേ നിയമം എല്ലാവർക്കും ബാധകമാണ്. ഒരാഴ്ച മുമ്പ് ഞങ്ങൾ ഈ പോലീസിന് കൊടുത്തു, SP-ക്ക് കൊടുത്തു. അനധികൃതമായി 2 ID കാർഡ് കയ്യിൽ വെച്ചിരിക്കുന്ന ഒരാള് നിങ്ങളുടെ മൂക്കിന്റെ തുമ്പത്താണ്, നടപടി എടുക്കണം പറഞ്ഞു. പോലീസിന് അധികാരല്ലേ? ആ ഹോട്ടലിലേക്ക് ആരോ വിളിച്ചു പറഞ്ഞ റെയ്ഡ് നിങ്ങൾ കണ്ടതല്ലേ? ഇതേ നാണം കെട്ട പോലീസ് മാനം പോയിട്ട് അവിടുന്ന് ഓടി രക്ഷപ്പെട്ടില്ലേ? ഈ ആഭ്യന്തര വകുപ്പ് ഇതുപോലെ അവഹേളനം ഏറ്റുവാങ്ങിയ ഒരു സംഭവം പാലക്കാടുണ്ടോ? ആ KPM ഹോട്ടലിൽ കയറി 2 വനിതാ നേതാക്കന്മാരുടെ റൂമിലേക്ക് വനിതാ പോലീസ് ഇല്ലാണ്ട്, ഇലക്ഷൻ കമ്മീഷൻ അറിവില്ലാണ്ട് റെയ്ഡ് ചെയ്ത 5 മണി കഴിഞ്ഞ് 47 മിനിറ്റ് ആയിരിക്കുകയാണ്. ഇനി 13 മിനിറ്റ് മാത്രമാണ് ബാക്കിയുള്ളത്. റോഷിപാൽ, ഇനി 13 മിനിറ്റ് മാത്രമാണ് ബാക്കിയുള്ളത്. അവസാന മിനിറ്റിലെ ഒരു സർപ്രൈസ് എൻട്രിക്കായിട്ട് കാത്തിരിക്കുകയാണോ BJPയുടെ ജില്ലാ പ്രസിഡന്റ്? വോട്ട് ചെയ്യാൻ വന്നാൽ തടയാനായി MP നിൽക്കുന്നു. ഒരു നാടകീയ നീക്കമാണോ അവിടെ നമ്മൾ കാണാൻ പോകുന്നത്? വോട്ട് ചെയ്യാൻ വരുന്ന ആൾക്ക് സെക്യൂരിറ്റി നിൽക്കുകയാണ്. ഏതായാലും ഇനി കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. ഏതാണ്ട് കൃത്യമായി പറഞ്ഞാൽ 13 മിനിറ്റ് മാത്രം. ഈ 13 മിനിറ്റിനുള്ളിൽ ഈ ഹരിദാസ്, BJPയുടെ ജില്ലാ അധ്യക്ഷൻ, ഈ പോളിംഗ് ബൂത്തിലേക്ക് വോട്ട് ചെയ്യാൻ എത്തുമോ എന്ന് വ്യക്തമല്ല. ഏതായാലും ഇവിടെ സംഘടിച്ചിരുന്ന കോൺഗ്രസ് പ്രവർത്തകരെ, UDF പ്രവർത്തകരെ പോലീസ് അല്പം അകലേക്ക് മാറ്റി, പോളിംഗ് ബൂത്തിൻ്റെ 100 മീറ്റർ അപ്പുറത്തേക്ക് മാറ്റി. അതാണ് നേരിയ തോതിൽ പോലീസുമായ ഒരു വാക്ക് തർക്കത്തിന് വഴിയൊരുക്കിയത്. പോലീസ് ഇവിടെയുണ്ട്. അപ്പുറത്തുണ്ടായിരുന്ന BJP പ്രവർത്തകരെയും മറുഭാഗത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി BJPയുടെ ജില്ലാ അധ്യക്ഷൻ ഹരിദാസ് തൻ്റെ വോട്ടർ പട്ടികയിൽ തൻ്റെ പേരുള്ള ഈ ഗവൺമെൻറ് LP സ്കൂൾ സുൽത്താൻപേട്ടയിൽ അവിടെ എത്തിച്ചേരുമോ എന്നത് മാത്രമാണ് അറിയേണ്ടത്. ഏതായാലും പോലീസുണ്ട് ഇവിടെ. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് അത് ഒഴിവാക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. അതാണ് ഈ വാക്ക് തർക്കത്തിനൊക്കെ വഴിയൊരുക്കിയത്. ഏതായാലും BJP ജില്ലാ അധ്യക്ഷൻ BJP ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ഉണ്ടെന്നാണ് അറിയുന്നത്. അങ്ങനെയെങ്കിൽ തൊട്ടടുത്തുള്ള ഏതാണ്ട് നടന്നു വരാനുള്ള ദൂരം മാത്രമാണ്, 100 മീറ്റർ മാത്രമേ ദൂരമുള്ളൂ, ഇങ്ങോട്ടേക്ക് വരുമെന്ന്. പക്ഷേ ഇനി ഏതാണ്ട് 10-12 മിനിറ്റ് മാത്രമേ ഈ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെടുപ്പ് അവസാനിക്കാനുള്ളൂ. ഇതിനകത്തേക്ക് കയറണം. കോമ്പൗണ്ടിനകത്ത് കയറിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും 6 മണിക്കകത്ത് ഈ കോമ്പൗണ്ടിനകത്തേക്ക് എത്തുന്നവർക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശം കൊടുക്കുന്നത് പതിവാണ്. പക്ഷേ വലിയ തിരക്കൊന്നുമില്ല. ഈ പോളിംഗ് സ്റ്റേഷനിൽ ഒട്ടും തിരക്കില്ല. സുൽത്താൻപേട്ടയിലെ ഹരിക്കാര തെരുവിലുള്ള ഗവൺമെന്റ് LP സ്കൂൾ ഈ പോളിംഗ് ബൂത്ത് ഇപ്പോൾ ഏറെ സമയമായി ഈ വോട്ടെടുപ്പ് പാലക്കാട് മടങ്ങിയോ? പോളിംഗ് ബൂത്തിനകത്ത് ഒട്ടും ആരുമില്ല. ഇപ്പോൾ അവിടെ
ഒരു ബൂത്ത് മാത്രമാണ് ഇവിടെ, 73-ാം നമ്പർ ബൂത്ത് മാത്രമാണ്. ഇപ്പോൾ ആരും കാത്തിരിപ്പില്ല. പോളിംഗ് സ്റ്റേഷനിൽ ഈ ഹരിദാസൻ വോട്ട് ചെയ്യുമോ, അങ്ങനെ ഹരിദാസന് വോട്ട് ചെയ്യാനുള്ള സൗകര്യം ഏർപ്പെടുത്തിയോ ഒരാൾ പോലുമില്ല. ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നേരിട്ട് വോട്ട് ചെയ്ത് ക്യൂ നിൽക്കാതെ വോട്ട് ചെയ്ത് തിരിച്ചു പോകാൻ പറ്റുന്ന സാഹചര്യമാണുള്ളത്. ഇനി ഏതെങ്കിലും വോട്ടർമാർ എത്തുമോ എന്ന പ്രതീക്ഷയിൽ ഉദ്യോഗസ്ഥന്മാർ കാത്തിരിക്കുന്നു എന്ന് മാത്രമാണ്. ഇനി ഏതാണ്ട് 10 മിനിറ്റ് മാത്രം അവിടെ വോട്ട് ചെയ്യാൻ ഇരട്ട വോട്ടുണ്ട് എന്ന ആരോപണം ഉയർന്ന ഹരിദാസൻ എത്തുമോ, ഹരിദാസൻ എത്തിയാൽ ശ്രീകണ്ഠൻ തടയുമോ, അതൊക്കെയാണ് ഇനി നമ്മൾ കാത്തിരിക്കുന്ന കാഴ്ചകൾ. അവിടെ പോളിംഗ് ഉദ്യോഗസ്ഥരൊക്കെ ഹരിദാസൻ വരാനായി വെയിറ്റ് ചെയ്യുകയാണോ? ബാക്കി എല്ലാവരും വോട്ട് ചെയ്ത് പോയെന്ന് തോന്നുന്നു. ഇല്ല, പക്ഷേ ഏതാണ്ട് 65%ഓളം പോളിംഗ് ഇവിടെ രേഖപ്പെടുത്തിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അവസാന സമയത്ത്. അങ്ങനെയെങ്കിൽ ഇനിയും ഒട്ടേറെ പേർ വോട്ട് രേഖപ്പെടുത്താറുണ്ട്. ഇപ്പോൾ ഇതാ ഒരു അവസാന സമയത്ത് ഒരു വോട്ടർ വരുന്നുണ്ട്. ഇനി സമയം വളരെ കുറവാണ്. ഈ ബൂത്ത് നമ്പർ 73 2021 അതുപോലെ തന്നെ റോഷിപാൽ, ഇത് കണക്കുന്ന രസമാണ്. 2021 കണക്ക് ഞാൻ വെറുതെ ഒന്ന് നോക്കുകയായിരുന്നു. ബൂത്ത് നമ്പർ 73 അവിടെ BJPക്ക് 203 വോട്ടും UDFന് 146 വോട്ടും LDFന് 63 വോട്ടുമാണ് 2021 കിട്ടിയത്. 73-ാം നമ്പർ ബൂത്തിൽ അപ്പോൾ NDAക്ക് ഫസ്റ്റും സെക്കൻഡ് UDFനും ഉള്ള ഒരു ബൂത്താണ്. അതുകൊണ്ട് തന്നെ അവർക്കിടയിൽ ഒരു മത്സരം നടക്കുന്ന ബൂത്ത് കൂടിയാണ്. അപ്പോൾ അവിടെ ഒരു പ്രശ്നത്തിനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ടല്ലേ? തീർച്ചയായും BJPയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസ് ഉൾപ്പെടുന്ന ഈ നഗരം ഈ പാലക്കാട് നഗര മധ്യത്തിലാണ് ഈ പോളിംഗ് സ്റ്റേഷൻ ഉള്ളത്. പ്രത്യേകിച്ച് ജില്ലാ ആശുപത്രിക്ക് തൊട്ടടുത്തായുള്ള പോളിംഗ് സ്റ്റേഷൻ. ഈ പോളിംഗ് സ്റ്റേഷനിൽ ആണ് BJPയുടെ ജില്ലാ അധ്യക്ഷൻ വോട്ട് രേഖപ്പെടുത്തേണ്ടത്. പട്ടാമ്പിയിൽ വോട്ടുണ്ട്, ഇരട്ട വോട്ടാണെന്ന ആരോപണം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ വോട്ട് വലിയ വിവാദമായി മാറുന്നത്. സംഘടിച്ച് ഇത് തടയാനുള്ള ഒരു